الحمد لله الحمد لله الواحد القهار نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഭൂമിയിലെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇവിടെ വെച്ച് ചെയ്തു വെച്ച സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയും അല്ലാഹുവിന് ഒരുപാട് ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രകൃതിപരമായ പ്രശ്നമാണ് കഠിനമായ ചൂട് അനുഭവിക്കുന്നു എന്നതാണ്. നല്ല ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധം സൂര്യതാപം ഏറ്റുകൊണ്ട് ഒരു ദിവസം തന്നെ 2-3 ആളുകളൊക്കെ മരിക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ ഒരുപാട് തീപിടുത്തങ്ങൾ നടക്കുന്ന അവസ്ഥകളൊക്കെ കേരളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സാധാരണ ജീവിക്കാൻ കഴിയാതെ എല്ലാവരും ഇപ്പോൾ AC-യിലേക്ക്, എയർ കണ്ടീഷനിലേക്ക് മടങ്ങുന്ന സാഹചര്യം. 11 മണി മുതൽ വൈകുന്നേരം വരെ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകുന്ന സാഹചര്യം. ഇന്ന് ഗവൺമെൻറ് തന്നെ പല സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ, നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടിനെ കുറിച്ച് ചില അറിവുകളും ചില ചിന്തകളും നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ വലിയ ചില പ്രതിഭാസങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ചൂട് ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് അധികവും.
സൂര്യൻ്റെ പുറമേയുള്ള ചൂടിനെ കുറിച്ച് പറയാറ് അത് 150 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് എന്നാണ്. പുറമേ ഉള്ള ചൂട് പോലും. സൂര്യൻ്റെ ചൂട് നേരിട്ട് നമ്മൾ അനുഭവിക്കുകയല്ല. ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. ശരിക്കും അറിയേണ്ട അള്ളാഹുടെ ഓരോ കുതിരത്ത് മനസ്സിലാക്കാൻ അനിവാര്യമാണ്. സൂര്യനിൽ നിന്ന് നമ്മൾ നേരിട്ട് ചൂട് അനുഭവിക്കുന്നില്ല. പകരം സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ തട്ടി അവിടെ നിന്നുണ്ടാകുന്ന പ്രതിഭാസമാണ് ചൂട്. സാധാരണ നമ്മളൊരു ഇരുമ്പിൻ്റെ കോല് അടുപ്പിലിട്ടാൽ കുറെ കഴിയുമ്പോൾ ആ കോലിൻ്റെ അല്ലെങ്കിൽ കയ്യിലൊക്കെ അതിൻ്റെ അറ്റത്തേക്ക് ആ ചൂടിങ്ങനെ കുറേശ്ശെ അരിച്ചരിച്ച് കയറി വരും. ഇതേപോലെ സൂര്യൻ്റെ ചൂട് മുകളിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതല്ല. നിങ്ങളൊക്കെ അധിക പേരും ഗൾഫിലേക്കൊക്കെ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സൗദി അറേബ്യയിൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരിക്കും. പക്ഷെ അതിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിലെ ചൂട് ചില നല്ല വിമാനങ്ങളെ മോണിറ്ററിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. -20, -30, -40 വരെ തണുപ്പിലായിരിക്കും ആ വിമാനം പറക്കുന്നത്. ഭൂമിയിൽ 50 ഡിഗ്രി സെൽഷ്യസ്, മുകളിൽ -डिग्री തണുപ്പായിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ സൂര്യൻ മുകളിലാണെന്ന് കരുതി ചൂട് കൂടുകയല്ല, കുറയുകയാണ്. അതുകൊണ്ടാണ് ഊട്ടി, കൊടൈക്കനാൽ, ഹിമാലയത്തിലൊക്കെ ചൂട് കുറയുന്നത്. അങ്ങനെ കുറയാനുള്ള കാരണം നമ്മൾ അനുഭവപ്പെടുന്ന ചൂട് എന്ന് പറയുന്നത് ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂടാണ്. ഈ ഭൂമിയിൽ തട്ടി പ്രതിഫലിക്കുന്ന ചൂട്, അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടും. സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടുമ്പോൾ ഭൂമി ഈ ഊർജത്തെ ആഗിരണം ചെയ്ത് ഉണ്ടാകുന്ന ചൂടാണ് നമുക്ക് അനുഭവപ്പെടുന്ന ചൂട്. അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടുമ്പോൾ ഭൂമി ആ സൗരോർജത്തെ ആഗിരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണ് യഥാർത്ഥത്തിലുള്ള ചൂട്. പക്ഷെ ആ ചൂട് ഭൂമി ചൂടായി കഴിഞ്ഞാൽ ഈ താപോർജം വേണമെങ്കിൽ മുകളിലേക്ക് കണികകളായി തിരിച്ച് ബഹിരാകാശത്തേക്ക് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ആ ചൂടിനെ ഇവിടെ തടഞ്ഞു നിർത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാതകം കാർബൺ-ഡൈ-ഓക്സൈഡാണ്. കാർബൺ-ഡൈ-ഓക്സൈഡ് ഈ ചൂട് പോകാതെ ഇവിടെ നിർത്തും. അതേപോലെ തന്നെ മീഥേനും നീരാവിയും ഒക്കെ ഈ ചൂടിനെ ഇവിടെ തടഞ്ഞു നിർത്തും. അപ്പോൾ ശരിക്ക് ഭൂമിയെ ഒരു പുതപ്പ് പോലെ പ്രവർത്തിച്ച് ഭൂമിയെ വാസയോഗ്യമായ താപനിലയിൽ നിലനിർത്താനുള്ള വലിയൊരു പ്ലാൻ, ആസൂത്രണം അവിടെ നടന്നിട്ടുണ്ട്. ശരിക്കും ചൂട് അങ്ങനെ തിരിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ ചൂടിനെ കുറിച്ച് നിർത്തുന്നത് ഈ വാതകങ്ങളാണ്. നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് നടക്കുന്ന എല്ലാം മൊത്തം ചൂടാകുന്നു എന്നൊക്കെയുള്ള പറച്ചിലുകൾ വരുന്നുണ്ട്. അതായത് ഫാക്ടറികളിൽ നിന്നും മറ്റൊക്കെ കാർബൺ-ഡൈ-ഓക്സൈഡ് ഇങ്ങനെ കൂടുമ്പോൾ ഈ കാർബൺ-ഡൈ-ഓക്സൈഡ് കൂടുതലായി വരുമ്പോൾ സ്വാഭാവികമായി ചൂടിനെ, ആവശ്യത്തിൽ കവിഞ്ഞ ചൂടിനെ പുറത്തേക്ക് വിടാൻ കഴിയാതെ വരും. അപ്പോൾ പൊതുവെ ഭൂമി ചൂടായിക്കൊണ്ടിരിക്കും. ശരിക്ക് അല്ലാഹു തആല ഇതിനു വേണ്ടി വലിയ സംവിധാനമാണ് വെച്ചിട്ടുള്ളത്. ഈ ഭൂമിക്കൊരു ചരിവുണ്ട്. 23.5 ഡിഗ്രി ചരിഞ്ഞാണ് ഭൂമി നിൽക്കുന്നത്. ഭൂമി മാത്രമല്ല, മറ്റ് ഗ്രഹങ്ങളും അതുപോലെ ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഇതേ അളവിലല്ല. ഈ ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ കറക്ക ശരിയാവുകയും ഈ ചൂട് ക്രമപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്നത്. ശരിക്കും പഠിച്ചാൽ 23.5ക്ക് പകരം 23, 22, 24 ഒക്കെ ഡിഗ്രി ആയാൽ പോലും ഭൂമിയിൽ ചൂട് കൃത്യമായി നിൽക്കില്ല, അല്ലെങ്കിൽ കാലാവസ്ഥാ ഭേദങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ, സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. എല്ലാവർക്കും മനസ്സിലാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അല്ലാഹ് ചെയ്ത അനുഗ്രഹം മനസ്സിലാവും. പക്ഷെ അവിടുത്തെ ചൂട് എന്ന് പറയുന്നത് 167 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. 100 ഡിഗ്രിയിൽ വെള്ളം തിളക്കും. ആവറേജ് ചൂടാണ് 167. അത് ചിലപ്പോൾ
400, 300, 500 ആവും, ചിലപ്പോൾ കുറയും. ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 167. അതേസമയം അതായത് പകൽ ഏതാണ്ട് 430, രാത്രിയിൽ 180 ഡിഗ്രി സെൽഷ്യസാണ് ഈ ബുധൻ എന്ന് പറയുന്ന ഗോളത്തിലെ ചൂട്. ഏറ്റവും സവിശേഷമായത് ശുക്രനാണ്. ഈ ശുക്രനിൽ ഈ വാതകങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്, ഈ കാർബൺ ഡൈ ഓക്സൈഡും ഹീലിയവും നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ശുക്രനിൽ 464 ഡിഗ്രി സെൽഷ്യസാണ് ആവറേജ് ചൂട്. ആവറേജ് ചൂട് 464 ഡിഗ്രി സെൽഷ്യസാണ്. ശനിക്കൊരു നരകം പോലെയാണ് ശുക്രൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് തീ പോലും, നമ്മളെ തീകൾ പോലും 100, 150, 200, 500, 400, 300 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാവും. ഇത് 400 ചില്ലാനം ആവറേജ് ചൂടുണ്ട്. ഈ ചൂടും വരുന്നത് സൂര്യപ്രകാശം തട്ടി അതിനെ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും ഹീലിയും ഒക്കെ നിറഞ്ഞു നിൽക്കൊണ്ട് ഒരു തരി പോലും പുറത്തേക്ക് പോകാതെ ആ ശുക്രൻ്റെ കരഭാഗം അല്ലെങ്കിൽ പുറമുള്ള ഭാഗം പതച്ച് കിടക്കുകയാണെന്ന് അവർ. ഭീകരമായ തീക്കട്ടയാണ് ശുക്രൻ എന്ന് പറയുന്നത്. അതേപോലെ ഭൂമിയാണെങ്കിലോ, ഭൂമിയുടെ ആവറേജ് ചൂട് എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. ചിലയിടത്ത് 40 ഉണ്ടാവും, 50 ഉണ്ടാവും, ചിലയിടത്ത് മൈനസ് ഉണ്ടാവും. ആവറേജ് 15. അതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. 32 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിൽ നിന്നൊക്കെ 35, 40 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കിടന്ന് അനുഭവപ്പെടുകയാണ്. ആ 40ൻ്റെ 10 ഇരട്ടി ചൂടിലാണ് ശുക്രനുള്ളത്. ഒരേ സൂര്യൻ്റെ തന്നെ ഗ്രഹങ്ങളാണ് ഇതൊക്കെ. ചൊവ്വ അതിനേക്കാൾ അത്ഭുതകരമാണ്. ചൊവ്വയിൽ -65 ഡിഗ്രി തണുപ്പാണ്. ആവറേജ് ചൂടേ ഇല്ലാതെ മാത്രമല്ല, ഐസിനേക്കാൾ വളരെ വളരെ താഴെ -65. വ്യാഴം ജൂപ്പിറ്ററിലാണെങ്കിൽ -110 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ശനിയിലാണെങ്കിൽ -140 ഡിഗ്രി തണുപ്പാണ്. യുറാനസിൽ -195 ഡിഗ്രി തണുപ്പാണ്. അകലെയുള്ള നെപ്റ്റ്യൂണിൽ, സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയാണ്, നെപ്റ്റ്യൂണിൽ -195 ഡിഗ്രി തണുപ്പാണ്. അപ്പോൾ ഈ 8 ഗ്രഹങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ ഭൂമി മാത്രമാണ് വസിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ചൂട് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളതിലൊക്കെ കൊടും ചൂടും കൊടും തണുപ്പുമാണ്. കാരണം അവയുടെ ചരിവിലെ വ്യത്യാസം അത് കൃത്യമായിട്ട് അത് കാണിച്ചു തരുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലെ ചരിവ് ആ ഘടനയിൽ ഉള്ളതായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു കിടക്കുന്നത്. അപ്പോൾ ഭൂമി മാത്രമല്ല, മറ്റു ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ചരിവിൽ വ്യത്യാസമുണ്ട്. ചില 3 ഡിഗ്രിയൊക്കെ ഉള്ളു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പം ചിലത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് രാത്രിയും പകലും ഉണ്ടാവും. ഇപ്പം ചന്ദ്രൻ നല്ല ഉദാഹരണമാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ ഖമറിൽ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ചന്ദ്രൻ്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ചന്ദ്രൻ പതുക്കെ കറങ്ങുള്ളൂ. നമ്മുടെ ഇവിടുത്തെ 28 ദിവസം വേണം അവിടുത്തെ ഒരു ദിവസം ചന്ദ്രൻ്റെ ഒരു പകലെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 362 മണിക്കൂറാണ്. ചന്ദ്രൻ്റെ ഒരു രാത്രി നമ്മുടെ ഇവിടുത്തെ 362 മണിക്കൂറാണ്. ഇവിടുത്തെ 14 ഫുൾ ഡേ ആണ് ചന്ദ്രൻ്റെ ഒരു പകൽ, 14 ഫുൾ ഡേ ആണ് ചന്ദ്രൻ്റെ ഒരു രാത്രി. അതാണ് 28 ദിവസം ചന്ദ്രമാസം എന്ന് പറയുന്നത്. ചന്ദ്രൻ്റെ ഒരു ദിവസം നമ്മളിവിടുത്തെ ഒരു മാസമാണ്. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, നീണ്ട 362 മണിക്കൂർ സൂര്യതാപം തട്ടി ചൂട് പിടിച്ച് ചൂട് പിടിച്ച് 400 ഡിഗ്രി ചൂടാവും ചന്ദ്രൻ്റെ ഉപരിതലം. രാത്രി തുടങ്ങിയാൽ നീണ്ട 362 മണിക്കൂർ സൂര്യതാപം കിട്ടാതെ ചന്ദ്രോപരിതലം തണുത്ത് -200 ഡിഗ്രി തണുപ്പാവും. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, വസഖറ ലക്കുമുശ് ശംസ വൽ ഖമറ ദാഇബൈൻ വസഖറ ലക്കുമുൽ ലൈല വന്നഹാർ വആതാകും മിൻ കുല്ലി മാ സഅൽതുമുഹു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. സൂര്യനെ ചന്ദ്രനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. സൂര്യനെ കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ, സൂര്യൻ നെപ്റ്റ്യൂണിനെ പോലെ അകലെയായിരുന്നെങ്കിലോ, നെപ്റ്റ്യൂണും സൂര്യനും തമ്മിൽ ഒരുപാട് അകലെയാണ്. അതുപോലെ ഭൂമിയും സൂര്യനും അകലത്തിലായിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ഭീകരമായ തണുപ്പായിരിക്കും ഭൂമിയിൽ. പക്ഷേ 15 കോടി കിലോമീറ്റർ അകലെ കൃത്യത്തിന് അല്ലാഹു തആല സൂര്യനെ സെറ്റ് ചെയ്തു, ഭൂമിയെയും സെറ്റ് ചെയ്തു. ഭൂമിയുടെ ചെരിവ് കൃത്യമാക്കി വെച്ചു. ആ ചെരിവിൽ മാറ്റം വന്നിരുന്നെങ്കിൽ ഒന്നുകിൽ ചൂട് കൂടിയേനെ അല്ലെങ്കിൽ തണുപ്പ് കൂടിയേനെ.
ഇതിൻ്റെ പിന്നിലൊന്നും ഒരു ആസൂത്രകനില്ലെന്ന് പറയുന്നത് എന്തുമാത്രം വിഡ്ഢിത്തമാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്രം പഠിക്കുന്നവരും ഇതിൻ്റെ പിന്നിൽ ആസൂത്രണത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമല്ലേ. ഇനി ആ ചന്ദ്രനെ പോലെ ആയിരുന്നെങ്കിൽ ഭൂമിയിൽ വസിക്കാൻ കഴിയില്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്, സൂര്യനെ നിർത്തേണ്ടിടത്ത് നിർത്തി, ചന്ദ്രനെ നിർത്തേണ്ടിടത്ത് നിർത്തി. ലശംസു യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ചന്ദ്രനേക്കാൾ എത്രയോ വലുതാണ് സൂര്യൻ, എത്രയോ വലുതാണ്. കാരണം ഭൂമിയേക്കാൾ തന്നെ 13 ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ. അപ്പം ചന്ദ്രനേക്കാൾ ഒരുപാട് ലക്ഷം മടങ്ങ് വലുതാണ് സൂര്യൻ. പക്ഷേ ലശംസു യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ, സൂര്യന് ചന്ദ്രനെ മറികടക്കാൻ കഴിയില്ല. ചന്ദ്രന് സൂര്യനെ പിടികൂടാനും കഴിയില്ല. രാത്രിയെ പകലിന് രാത്രിയെയും മറികടക്കാൻ കഴിയില്ല. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, അല്ലാഹു തആല നിശ്ചയിച്ച ഭ്രമണപഥത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ വിധത്തിലാണ് അല്ലാഹു തആല ഈ ചൂട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു ഗോളങ്ങളിൽ ഒന്നിലും ഇല്ലാത്ത വിധം ആ ഭൂമിയെ അല്ലാഹു തആല, അതാണ് ഭൂമിയെ നിങ്ങൾക്കൊരു മിഹാദ, ഒരു തൊട്ടിലാക്കി മാറ്റിയില്ലേ, നിങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിലുള്ള ഒരു പുതപ്പാക്കി നിങ്ങളെ ഭൂമിയെ മാറ്റിയില്ലേ എന്ന് അല്ലാഹു തആല നമുക്ക് ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ചൂടും തണുപ്പൊക്കെ വളരെ പാകത്തിൽ കൃത്യത്തിൽ അല്ലാഹു തആല സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലൊരു ചെറിയ ചേഞ്ചിട്ട് വന്നാണ്ടല്ലോ പടച്ചോനെ പറയാൻ പറ്റൂല, അങ്ങനെ തീ പതക്കണ പോലെ പറിച്ചു പോകും. അതെല്ലാം മറിച്ചാണ് ഒരു തീ ഇതാക്കുന്നതെങ്കിൽ ഐസിനേക്കാളൊക്കെ ഭീകരമായ തണുപ്പിലേക്ക് അങ്ങനെ പോയേനെ. വളരെ കൃത്യമായ ആസൂത്രണത്തിൽ അല്ലാഹു തആല ഭൂമിയെ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് വസിക്കാൻ പറ്റിയത്. ഈ ചൂടും തണുപ്പ് ആസ്വദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലാഹുവിനെ കുറിച്ച സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. വാതാക്കും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും അല്ലാഹു തആല സന്ദർഭാനുസൃതം നൽകി. വൈൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഒരിക്കലും അത് തിട്ടപ്പെടുത്താൻ പോലും കഴിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമി 24 മണിക്കൂർ കൊണ്ട് ഒരൊറ്റ റൗണ്ട് കറങ്ങണം. അത് കറങ്ങണമെങ്കിൽ ഒരു ജെറ്റ് വിമാനത്തിൻ്റെ ഇരട്ടി സ്പീഡിൽ കറങ്ങണം. ഒരു മണിക്കൂറിൽ 1700 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങിയെങ്കിലേ ഒരു 24 മണിക്കൂർ കൊണ്ട് റൗണ്ട് ചുറ്റുള്ളൂ. അത്ര പകുതി സ്പീഡിൽ കറങ്ങിയാൽ രാത്രി 24 മണിക്കൂറാവും, പകൽ 24 മണിക്കൂറാവും, ഒരു ദിവസം 48 മണിക്കൂറാവും. സംഗതി സുഖാന്നൊക്കെ നമുക്ക് തോന്നും. പകലെങ്ങാനും 48 പോയിട്ടൊരു 12 മണിക്കൂറിന് പകരം 18 മണിക്കൂറായാൽ പോലും പകലിൽ ജീവിക്കാൻ മനുഷ്യന് പറ്റാതാവും. അതിൻ്റെ ഒക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകളും കരങ്ങളെയും നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ടാണ് എത്ര ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നു, പക്ഷെ അതിനൊന്നും കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കണില്ല. അല്ലാഹു തആല ഈ ചൂടൊന്നും ശരിയാക്കിയിരുന്നെങ്കിലോ, ഈ ഭൂമിയെ ഒന്ന് അടുപ്പിച്ചിരുന്നെങ്കിലോ അകറ്റിയിരുന്നെങ്കിലോ. അപ്പോൾ ഈ സംഗതി അല്ലാഹുവിൻ്റെ ഇടപെടലായിട്ട് നമുക്ക് കാണാൻ കഴിയണം. മാത്രമല്ല, നമ്മൾ പ്രകൃതിയിൽ ഇടപെടാൻ പാടില്ല. നമ്മൾ അനാവശ്യമായി, ഇപ്പോൾ ഈ അടുത്ത് ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടായി എന്ന് പറഞ്ഞിട്ട്, ഓസോൺ പാളി എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ് ചെയ്തു വെച്ച ഒരു വിശദീകരിക്കാനാകാത്തൊരു അനുഗ്രഹമാണ് ഓസോൺ പാളി എന്ന് പറഞ്ഞാൽ. വളരെ കട്ടിയിൽ ഒരു ഓസോണിൻ്റെ ഒരു പാളി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ആകാശലോകത്തുള്ള പല രശ്മികളും ഭൂമിയിൽ എത്താതിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓസോൺ പാളി ഇല്ലെങ്കിൽ ഒറ്റ മണിക്കൂർ മതി ഭൂമിയിലാകെ വലിയ അൾട്രാ വയലറ്റ് രശ്മികൾ പതിച്ച് ഭൂമി നാശമാകും. പക്ഷെ അതിനെ തടഞ്ഞു നിർത്തുന്നത് ഈ ഓസോൺ പാളിയാണ്. പക്ഷെ ഈ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടായി. കാരണം ഈ കാർബൺ ഫ്ലോറോ ഇതൊക്കെ വെച്ചിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ചപ്പോൾ ഇത് കയറിയിട്ട് ഈ ഓസോൺ പാളിക്ക് വിള്ളലുണ്ടായി. ആ വിള്ളലുകളിലൂടെ വേണമെങ്കിൽ രശ്മികൾ വരാം. ഭാഗ്യത്തിന് പിന്നീട് അത് അടയുകയാണ് ചെയ്തത്. വലിയ വിഷയമായി വന്നതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ LED ബൾബുകളൊക്കെ പിന്നീട് ഒഴിവാക്കാനുള്ള നിർദ്ദേശം വന്നത്. അതുപോലുള്ള ചില സാധനങ്ങളിൽ നിന്നൊക്കെ പ്രവഹിക്കുന്ന കാർബോ ഫ്ലൂറോ ഇതൊക്കെ വെച്ചിട്ട് അതുമാണ് ഈ ഓസോൺ പാളികൾക്ക് വിള്ളലുണ്ടാക്കിയത്. അപ്പം നമ്മൾ ഈ അള്ളാഹുവിൻ്റെ പ്രകൃതിയിൽ ഇടപെടുന്നതിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ഓക്സിജൻ്റെ അളവ്, ഈ ഓക്സിജൻ്റെ അളവ്, ഈ വാതകത്തിൻ്റെ അളവിലൊക്കെ അള്ളാഹ് വലിയ കാര്യമാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പറയാം. ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്. നൈട്രജൻ 78%
ഓക്സിജൻ 21%. നമ്മൾ ശ്വസിക്കുന്ന വാതകം ഓക്സിജനാണ്. ഈ 78% ശരിക്കും ഓക്സിജൻ ധാരാളം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വായു ശ്വസിക്കാമായിരുന്നു. പക്ഷേ ശരിക്കും ഈ ഓക്സിജൻ കത്തുന്ന വാതക, കത്താൻ സഹായിക്കുന്ന വാതക. ഒരു തീപ്പെട്ടിക്കൊള്ളി വരുത്തിയാൽ അവിടെയുള്ള ഓക്സിജനൊക്കെ കത്തിപ്പിടിക്കും. പക്ഷേ അധികം ഓക്സിജൻ കത്തിപ്പിടിക്കാതിരിക്കാൻ കാരണം എന്താണ്? 78% നൈട്രജൻ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു സാർ, എന്തിനാണ് 78% നൈട്രജൻ എന്ന് ചോദിച്ചാൽ 0.5% നൈട്രജൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ വേണ്ടി വരും. പക്ഷേ 78% നൈട്രജൻ ഇല്ലായിരുന്നെങ്കിൽ ആദ്യത്തെ തീപ്പെട്ടിക്കൊള്ളി വരുത്തിയാൽ മതി, അന്ന് 21% ഓക്സിജൻ കത്തിത്തീർന്നനെ. പക്ഷെ അല്ലാഹു തആല 78% നൈട്രജനെ വെച്ച് ഓക്സിജനെ സെറ്റ് ചെയ്ത് തന്നു. 0.03 മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളൂ. ആ 0.03 അധികമായി കാർബൺ ഡൈ ഓക്സൈഡ് വന്ന പ്രശ്നമാണ്. പക്ഷേ അല്ലാഹു തആല എന്ത് ചെയ്തു? നമ്മളൊക്കെ ശ്വസിച്ച്, നമ്മളും ജീവികളും സസ്യങ്ങളും ഒക്കെ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. സസ്യങ്ങളും ശ്വസിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്, പക്ഷേ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. പക്ഷേ സസ്യങ്ങളിൽ അല്ലാഹു തആല മറ്റൊരു പ്രക്രിയ ഏർപ്പെടുത്തി. ഫോട്ടോസിന്തസിന് വേണ്ടി, നമ്മളെ പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ, അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തേക്ക് വിടാനുള്ള ഇതൊന്നും ഒരു ശാസ്ത്രജ്ഞനെ ഏർപ്പെടുത്തിയതൊന്നുമല്ല, സസ്യങ്ങൾ സ്വയം സ്വീകരിച്ചതല്ല, നമ്മൾ ആരെങ്കിലും പോയി ചെയ്തു കൊടുത്തതല്ല. അല്ലാഹു തആല ചെയ്ത സെറ്റിംഗാണ്, സംവിധാനമാണ്. അധികമായുള്ള ഓക്സിജനെ സസ്യങ്ങൾ ഭക്ഷണ നിർമ്മാണത്തിന് വേണ്ടി, കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ സ്വീകരിച്ച് രാസപ്രവർത്തനത്തിലൂടെ നമുക്കാവശ്യമുള്ള ഓക്സിജനെ തന്നു. എന്തൊക്കെ ആസൂത്രണം! അപ്പോൾ നമ്മൾ ഈ ചെറിയ ചൂടൊക്കെ തട്ടുമ്പോൾ അള്ളാഹിനെ കുറ്റം പറയാൻ ആൾക്കാർ പാടില്ല. പക്ഷേ നമുക്ക് ചൂട് തട്ടുമ്പോൾ നമുക്ക് ചില ഓർമ്മകൾ വരണം. ഈ ചൂട് വരുമ്പോൾ നമുക്ക് ചില ഓർമ്മകൾ വരണം. ഈ ചൂടിപ്പോൾ 30 ഡിഗ്രിയിൽ നിന്ന് 40 ഡിഗ്രി, 10 ഡിഗ്രി സെൽഷ്യസ് ഒന്ന് കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും നമ്മൾ കത്തിക്കുന്ന തീന് അതിനേക്കാൾ ചൂടാണ്, തീക്ക് അതിനേക്കാൾ ചൂടാണല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആദമിൻ്റെ മക്കൾ കത്തിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂട് നരകത്തിലെ തീക്കുണ്ട് എന്നാണ്. നരകത്തിലെ തീക്ക് 70 ഇരട്ടി ചൂടുണ്ട്. 70 ഇരട്ടി ചൂടുള്ള പലതും ഇവിടെ ഉണ്ട്. 70 അല്ല, 70,000 അല്ല, ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഓരോ നക്ഷത്രങ്ങളിലും ഉള്ളത്. ഓരോ നക്ഷത്രങ്ങളിലും ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ദശലക്ഷക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള കോടാനുകോടി എണ്ണമറ്റ നക്ഷത്രഗോളങ്ങളെ അത്യത്ഭുതകരമായി പ്രപഞ്ചത്തിൽ സംവിധാനിച്ച അല്ലാഹ്ക്ക് അവനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ 70 ഇരട്ടി ചൂടുള്ള ഒരു നരകമൊരുക്കി കൊടുക്കുക പ്രയാസമുള്ള കാര്യമല്ല, ഒരു പ്രയാസമല്ല. അതിനല്ല നിങ്ങളെ തൊട്ടടുത്തുള്ള ഈ ഗ്രഹങ്ങൾ നമ്മളിവിടുന്ന് കാണുന്നതാണ്. ഈ വ്യാഴത്തിനൊക്കെ നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ പലരും നക്ഷത്രം തെറ്റിദ്ധരിച്ചില്ല. നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്ന ഈ ഗോളങ്ങളെ ആ ഗോളങ്ങളുടെ പുറത്ത് പതച്ച് കിടക്കുകയാണ്. ചൂടോടുകൂടി തീക്കട്ട പോലെ 400 ചില്ലാനം ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ അതിങ്ങനെ പതഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ അങ്ങനെ പ്രപഞ്ചത്തിൽ കാണിച്ചു തന്ന അല്ലാഹു നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി എല്ലാ സംവിധാനം ഒരു പുതപ്പ് പോലെ ഭൂമിയെ സെറ്റ് ചെയ്തു തന്നു. കൃത്യമായ അളവിൽ ഭൂമിയെ കൊണ്ടുവന്ന് വെച്ചു, കൃത്യമായ അളവിൽ ഭൂമിയെ ചരിച്ചു, അതിന് അന്തരീക്ഷം ഉണ്ടാക്കി, അതിനുവേണ്ടി സംവിധാനങ്ങൾ ഒരുക്കി, വായുവിൻ്റെ ക്രമീകരണം ഒരുക്കി, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് അവസ്ഥകൾ ഒരുക്കി. നിങ്ങൾക്ക് രാവും പകലും നിങ്ങൾക്ക് പറ്റിയ അവസ്ഥയിലാകാൻ വേണ്ടി ഭൂമിയെ അതിശീഘ്രം കറക്കി. ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടും നിങ്ങൾ അല്ലാഹുവിനെ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ അല്ലാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്. അദാബുൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ എന്നാണ് വിശുദ്ധ ഖുർആൻ പല ഭാഗത്തും വിശദീകരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ് കാണാൻ കഴിയും. അവരതിൽ നിന്നിങ്ങനെ കരിച്ചു കളയുന്ന ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പഠിപ്പിക്കുകയാണ്. അപ്പം നരകത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ ഈ ചൂടുകാലത്തെങ്കിലും നമുക്ക് വേണം. 10 ഡിഗ്രി ചൂട് സഹിക്കാൻ കഴിയാതിരിക്കുന്ന നമുക്ക് നരകത്തിൻ്റെ ചൂട് നമുക്ക് എങ്ങനെ തടുക്കാൻ കഴിയും?
ആ ഇത്രയും വലിയ സംവിധാനം ഒരുക്കി അള്ളാഹ്ക്ക് അവനെ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യന്മാരെ നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടും നരകം മതി 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 എന്നും പറഞ്ഞ് നരകത്തിൻ്റെക്കുള്ള വഴി മാത്രം തേടിപ്പോയ മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് യാതൊരു തടസ്സമില്ല. അള്ളാഹ് മനുഷ്യരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടയാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തില്ല. നമ്മളെ ഓർമ്മയിൽ വരേണ്ടത് അതാണ്. ഈ ചൂടിനെ ഈ സഹിക്കാൻ പോലും നമുക്ക് വഴിയില്ലെങ്കിൽ എന്തായിരിക്കും നരകത്തിൻ്റെ ചൂട് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ വരണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ ഒരു വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു എണ്ണ വിളക്ക്. ആ വിളക്കിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വിരലിങ്ങനെ കൊണ്ടുപോയിട്ട് ആ വിരലിങ്ങനെ ചൂട് പിടിച്ചപ്പോൾ പെട്ടെന്ന് വലിച്ചിട്ട് അദ്ദേഹം വിരലിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വിരലേ ഒരു വിളക്കിൻ്റെ ചൂട് നിനക്ക് സഹിക്കണില്ല അല്ലേ? എൻ്റെ ശരീരമേ നിനക്കെങ്ങനെ നരകത്തിൻ്റെ ചൂടിനെ തടുക്കാൻ കഴിയും? എൻ്റെ ശരീരമേ നിനക്കെങ്ങനെ നരകത്തിൻ്റെ ചൂടിനെ തടുക്കാൻ കഴിയും? അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ, പടച്ചോൻ്റെ താക്കീതുകളെ ഒരിക്കലും ഭയപ്പെടാതെ പടച്ചോനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുമ്പോൾ ആ നരകശിക്ഷയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഇനി നരകത്തിലേക്കൊന്നും വേണ്ട, അള്ളാഹ് ഇവിടെ തന്നെ വിചാരിച്ചാൽ നമ്മളെ ശിക്ഷിക്കും. നമ്മൾ ഒരു അബദ്ധം നമ്മുടെ ഭാഗത്ത് വന്നാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷിക്കാൻ അല്ലാതെ മറ്റേത് ശക്തിക്ക് കഴിയും? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ആ കാര്യം പറഞ്ഞു. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈല സർമദാ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തികും ബിളിയാഇൻ ഫലാ തസ്മഊൻ. നിങ്ങൾക്ക് രാത്രി മാത്രമാക്കിയിരുന്നെങ്കിൽ ആരാ നിങ്ങൾക്ക് ഭൂമിയിൽ രാത്രി മാത്രമായി ആരാ ഒരു പകൽ കൊടുന്നു തരിക? ഭൂമിയുടെ കറക്കത്തിലൊരു മാറ്റം വന്നാൽ മതി. എന്നോ തുടങ്ങിയ കറക്ക, ആ കറക്കത്തിൻ്റെ സ്പീഡൊന്ന് കുറഞ്ഞാൽ മതി, രാവായി പകലായി. പകൽ മാത്രമായാൽ ആരാ നിങ്ങൾക്കൊരു ഇലാഹ്, ഏത് ഇലാഹ നിങ്ങൾക്കൊരു പകൽ കൊണ്ടുവന്ന് തരിക? അതേപോലെ ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ, അല്ലാഹ് പകൽ മാത്രമാക്കിയിരുന്നെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തികും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കൊന്ന് ശാന്തി അടയാൻ ഒരു രാത്രി ആരാ കൊണ്ടുവന്ന് തരിക? അതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ ഗവൺമെൻറ്റിനെ ചിത്ത പറയുക, മറ്റേ വിളിക്കുക, മുദ്രാവാക്യം വിളിക്കുക, ജാഥ വിളിക്കുക. ചൂട് കൂടിച്ചിട്ട് ആരോട് മുദ്രാവാക്യം വിളിക്കാൻ? ഇനിയും ചൂട് കൂടാതെ തീരുമാനിച്ചാൽ കിടന്ന് വിലപിക്കല്ലാതെ. വരൾച്ചയും വെള്ളപ്പൊക്കവും ദുരിതങ്ങളും വരുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് കഴിയണം. ഇസ്തിഗ്ഫാർ നടത്താൻ കഴിയണം. فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രബോധിത സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തി. എന്തെല്ലാം പോക്കിരുത്തലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തെല്ലാം തെമ്മാടിത്തങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം അതിക്രമങ്ങളാണ് മനുഷ്യർ കാണിക്കുന്നത്? മനുഷ്യൻ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അവൻ മഴ വർഷിപ്പിച്ചു തരും. അല്ല മഴ പെയ്യുന്ന മുദ്രാവാക്യം വിളിച്ചാൽ വരുമൊന്നുമില്ലല്ലോ. അള്ളാഹ് മഴ ഇതാക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, അവൻ അരുവികൾ ഒരുക്കിത്തരും, തോട്ടങ്ങൾ ഒരുക്കിത്തരും, സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു തരും. മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാം അവറുകൾ, എനിക്ക് മക്കളുണ്ടാവുന്നില്ല, സന്താന ഭാഗ്യമില്ല, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇമാം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. കുറച്ച് കഴിഞ്ഞൊരാൾ വന്നിട്ട് പറഞ്ഞു, വരൾച്ച വന്ന് കൃഷിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോഴും ഇമാം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. വേറെ കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാതെ വെട്ടിവിട്ടുന്നു. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഓരോ പ്രശ്നം വന്നപ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ, ഹസൻ ബസരിയുടെ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദ്, എല്ലാവർക്കും ഒരൊറ്റ പരിഹാര മാർഗ്ഗമാണല്ലോ താങ്കൾ പറയുന്നത്? അപ്പോൾ ഹസൻ ബസരി ആയത്ത് തിരിച്ച് പറഞ്ഞു, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞല്ലോ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തവൻ ഏറെ പൊറുക്കുന്നവനാ എങ്കിൽ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും വർദ്ധിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, മഴ ധാരാളം വർഷിക്കും, തോട്ടങ്ങൾ ഉണ്ടാകും, അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞതാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങനെയും ഒരു ചിന്ത നടത്തണം. എന്നിട്ട് അല്ലാഹു തആല ഇതിൽ പറയാണ്, വമിൻ റഹ്മത്തിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാർ, രാവും പകലും ഉണ്ടാക്കി തന്നത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ്. ലിതസ്കുനു ഫീഹി വലിതബ്തൂ മിൻ ഫളിലി, നിങ്ങൾക്ക് ശാന്തി അടയാൻ രാത്രി, നിങ്ങൾക്ക് വിഭവങ്ങൾ തേടാനും ജോലിയെടുക്കാനും പകൽ. ഈ സൂര്യൻ്റെ പ്രകാശം എന്ന് പറയുന്നത് വല്ലാത്തൊരു നേട്ടമാണല്ലോ. നമ്മളത് ഈ സൂര്യപ്രകാശത്തിൽ സസ്യങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അവരാണ് അപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും സസ്യങ്ങൾ വളരുന്നതും. മുഴുവൻ ഭക്ഷണവും നമ്മളും മൃഗങ്ങളും എല്ലാവരും തിന്നുന്ന ഭക്ഷണം സൂര്യപ്രകാശത്തിലുണ്ടാക്കുന്നതാണ്. സൂര്യപ്രകാശത്തിലാണ് സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്നത്. ഇപ്പം പുതിയ കാലത്ത് എനർജി സൂര്യപ്രകാശം, സോളാർ എനർജി മിക്കവാറും പരമ്പരാഗത എനർജികൾ പെട്രോളൊക്കെ നഷ്ടപ്പെട്ടാലും മനുഷ്യകുലത്തിൻ്റെ പ്രതീക്ഷ സൂര്യനിൽ നിന്ന് എല്ലാ എനർജിയും സ്വീകരിക്കാൻ കഴിയും. വാഹനങ്ങളും ഫാക്ടറികളൊക്കെ ഇപ്പോൾ സൂര്യ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഭാവിയിൽ അതാണ് അല്ലാഹു തആല നിങ്ങൾക്ക് സന്ദർഭാനുസൃതം അനുഗ്രഹം നൽകും എന്ന് പറഞ്ഞത് അതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹുവിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് കാണും. ഇടയ്ക്കൊക്കെ ഒന്ന് നരകത്തെക്കുറിച്ച് ഓർക്കണമൊക്കെ നല്ലതാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അത് ആവർത്തിച്ച് പറഞ്ഞത്. ഒരു ചൂടും നമുക്ക് സഹിക്കാൻ കഴിയില്ല, ഒരധിക തണുപ്പും നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ തന്നെ പണിയെടുക്കേണ്ടതുണ്ട്, നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും പാപങ്ങളിൽ നിന്ന് മുക്തരാകാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ചില ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലാഹു തആല നടത്തുന്നത്. ചില ഓർമ്മപ്പെടുത്തൽ, ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ഉണ്ട്. പകലും രാത്രിയും മഴയും വെയിലും ചൂടൊക്കെ ഇങ്ങനെ എന്നും അനുഭവം. ഓർമ്മപ്പെടുത്തലുള്ള ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മരിക്കണത്. അല്ലാഹു വേണ്ടി എല്ലാവരും ഒന്നിച്ച് ജീവിപ്പിച്ച് ഒന്നിച്ച് മരിപ്പിച്ച് പരീക്ഷ നടത്തി സ്വർഗ്ഗനരകം കൊടുക്കാമായിരുന്നു. അങ്ങനെയല്ല, നമ്മൾ ജീവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മരിക്കുക. അതെന്തിനാ? മരിക്കുന്ന എന്നെ ഓർമ്മപ്പെടുത്താൻ. അപ്പോഴും അയാൾ മരിച്ച കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ, ഇതുപോലെ ഒരു ദിവസം ഞാനും മരിക്കും എന്നാലോചിപ്പിക്കാനാണ്. ചിഹ്നങ്ങളും സിഗ്നലുകളും ആയാത്തുകളും ഇഷ്ടം പോലെ അല്ലാഹു നൽകുന്നുണ്ട്. തിരിച്ചു മടങ്ങാൻ നമുക്ക് സാധ്യമായി തീരണം. അതോടൊപ്പം അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യണം, കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും. അതേപോലെ തന്നെ പടച്ചവൻ്റെ കാരുണ്യം കൂടുതൽ ലഭിക്കാനും നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യണം. പൊരിവെയിലത്തും പാടത്തൊക്കെ പണിയെടുക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഏറ്റവും 2 പരിഹാര മാർഗമാണ്: പ്രകൃതിയെ നശിപ്പിക്കാതെ നോക്കുക, ഒപ്പം പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മുക്തമാകുക. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കൊക്കെ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.